ആക്രമിക്കപ്പെട്ട നടിയുടെ ഡ്രൈവറും രണ്ടാം പ്രതിയായ മാർട്ടിനും കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു വീഡിയോ പുറത്തുവിട്ടത്. അതായത് നടൻ ദിലീപിനെ കുടുക്കാൻ വേണ്ടി മനഃപൂർവ്വം മഞ്ജു വാര്യരും സംവിധായകനും നടനുമായ ലാലും രമ്യ നമ്പീശനും എല്ലാവരും കൂടി ചേർന്നൊരുക്കിയ ഒരു പദ്ധതി മാത്രമായിരുന്നു ഇതെന്നും ആക്രമിക്കപ്പെട്ട നടിയടക്കം ഇത് പ്ലാൻ ചെയ്താണ് ഇത് നടത്തിയത് എന്നായിരുന്നു മാർട്ടിൻ പ്രതികരിച്ചത്. പക്ഷേ ഈ ഒരു കാര്യം മാർട്ടിന്റെ വീഡിയോയിൽ വന്നതോടുകൂടി കുറച്ചുപേരെങ്കിലും ഇത് വിശ്വസിക്കാതെയില്ല. കള്ളമാണെങ്കിൽ പോലും കുറെ പേരൊക്കെ വിശ്വസിച്ച് ഇപ്പോൾ നടിയെയും നടിക്ക് പിന്തുണ നൽകുന്നവരെയും ഒക്കെ വിമർശിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ വേദനയോടുകൂടി ഇപ്പോഴത്തെ ആക്രമിക്കപ്പെട്ട നടി തന്നെ തന്റെ സാമൂഹ മാധ്യമങ്ങൾ വഴി ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്. എനിക്കെതിരെ ഒരു ആക്രമണം നടന്നപ്പോൾ അത് അപ്പോൾ തന്നെ പോയി പരാതിപ്പെട്ടതാണ്. നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയതാണ് മറ്റൊരു തെറ്റ്. അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതിരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇതെന്തുകൊണ്ട് അന്നേ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്തു പറയണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് അകത്ത് പോകുന്നതിന് മുൻപ് ഒരു വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ അതിലൊരു കാര്യം കൂടി വിട്ടുപോയി. എല്ലാം ഞാൻ തന്നെ എടുത്തതാണ് എന്നുകൂടി പറയാമായിരുന്നു. കാരണം അങ്ങനത്തെ കാര്യങ്ങളാണ് അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് വളരെ വേദനയോടുകൂടിയാണ് നടി പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ നടിയെ വിശ്വസിക്കുന്നവരും നടിക്ക് പിന്തുണ നൽകുന്നവരും എല്ലാവരും നടിയെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.